നമസ്കാരം ചേട്ടാ. ചേട്ടാ, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. LDF, UDF, BJP നേതൃത്വം നൽകുന്ന NDA. അപ്പോൾ പതിവിന് വിപരീതമായിട്ട് മുമ്പൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് 2021 വരെയും BJP തിരഞ്ഞെടുക്കപ്പെട്ട കുറേ മണ്ഡലങ്ങളിലാണ് സത്യത്തിൽ ഒരു നല്ല മത്സരം കാഴ്ചവെക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ മത്സരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഏതാണ്ട് 35 മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി എന്ന് മാധ്യമങ്ങൾ തന്നെ പറയുന്നു. നമുക്കറിയാം, ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ ബയാസ്ഡാണ്. BJPയെ പരമാവധി അവർ സൈഡ് ലൈൻ ചെയ്യും. എന്നിട്ട് പോലും അവർ 35 മണ്ഡലങ്ങളിൽ അതിശക്തമായ ഒരു ത്രികോണ മത്സരം കേരളത്തിൽ നടക്കുന്നു എന്നവർ സമ്മതിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ LDFിൻ്റെ, UDFിൻ്റെ, NDAയുടെ സാധ്യതകൾ ഒന്ന് വിലയിരുത്താം. അല്ല, ഇത് കുറച്ച് അഡ്വാൻസ് ആയിപ്പോയി. നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സൂക്ഷ്മമായ വിശകലനത്തിലേക്ക് പോകാറായിട്ടില്ല. അല്ല, അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കേരളത്തിൻ്റെ ഒരു പൊതുവികാരം ഈ LDF സർക്കാരിനെതിരായിട്ടാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഇത്രയും ശക്തമായിട്ടുണ്ടായിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ വേറൊരു സർക്കാരിനെതിരെ ഇല്ല. അല്ല, 2001 സമാനമല്ലായിരുന്നു? അന്നുള്ളതിനേക്കാൾ കൂടുതൽ, അന്നുണ്ടായിരുന്നേക്കാളൊക്കെ ഭീകരമാണിപ്പോൾ. അങ്ങനെയാണെങ്കിൽ അത് ഒരു വലിയ തോൽവിയാണ്. ഞാൻ ആര് ജയിക്കും എന്നുള്ളതിനേക്കാൾ അതല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. അതിലേറെ പ്രത്യേകത, മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ CPM-നകത്ത് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി വ്യാപകമായി എല്ലാ ജില്ലകളിലും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിലും അനുഭവത്തിലുണ്ടോ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എത്ര പേരാണ് ആ പാർട്ടിക്കെതിരെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നത്? ചിലർ സ്ഥാനാർത്ഥിയായി, ചിലർ സ്ഥാനാർത്ഥിയാകാതെ തന്നെ പാർട്ടിയിലെ കൊണ്ടുറായ്മകൾ വിളിച്ചു പറഞ്ഞു. അതിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് ഒരു വാർഡിൽ 2 പേർ വിമതരായിട്ട് മത്സരിച്ചു. അതെ. അല്ല, അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 64-ലെ CPM CPI ഭിന്നിപ്പിന് ശേഷം കുറച്ച് നക്സലൈറ്റ്സുമായി കുറച്ച് പേര് പോയി എന്നുള്ളത് ഒഴിച്ചാൽ ഇത്ര വലിയൊരു പ്രതിസന്ധിയെ CPM നേരിട്ടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഭരണകക്ഷിയിലെ മുഖ്യ കക്ഷി നേരിടുന്ന ഇതാണ്. CPI-യും സമാനമായ കുഴപ്പങ്ങളിലാണ്. അതിലൊക്കെ പേയ്മെന്റ് സീറ്റ് വിവാദം എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ ഉപരിയാണ് ഈ ഭരണവിരുദ്ധ വികാരം. അവിടെ എനിക്കൊരു സംശയം, ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നില്ല. ഈ ഭരണവിരുദ്ധ വികാരമാണോ അതോ ഒരു പിണറായി വിരുദ്ധ വികാരമാണോ? ഈ രണ്ടും ഒന്ന് തന്നെയല്ലേ? ഭരണവിരുദ്ധ വികാരം എന്ന് പിണറായി വിരുദ്ധം മാറ്റി വെച്ചുകൊണ്ട് നോക്കിയാൽ ഇവർ കൈകാര്യം ചെയ്യുന്നാൽ ഏത് വകുപ്പാണ് മര്യാദയ്ക്ക് പോകുന്നത്? കേരളം ലോകത്തിന് മാതൃകയാണെന്നൊക്കെ കൊട്ടിക്കൊഴിച്ചുന്ന ആരോഗ്യവകുപ്പിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? പൊട്ടിപ്പൊളിഞ്ഞ് നാറി നാണം. ആരോഗ്യവകുപ്പ് തന്നെ ഇപ്പൊ ICU കിടക്കില്ലേ? വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥിതി എന്താ? വലിയ തിരിച്ചടിയും. അപ്പൊ പിണറായിയെ മാത്രം അങ്ങനെ ഒറ്റപ്പെടുത്തി പറയണ്ട. മൊത്തം പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പുകളോട് ചേർന്നതാണ്. ഇപ്പൊ നാഷണൽ ഹൈവേ കുറെ പണി ചെയ്തുകൊണ്ടാണല്ലോ മര്യാദയ്ക്ക് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. കേരളത്തിലെ PWD മിടുക്കൊണ്ടാണോ? അല്ല. ഏത് രംഗത്താണ് ഇത് ഞങ്ങൾ മികച്ചതാണെന്ന് പറയാൻ കഴിയുന്നത്? ഏത് രംഗമുണ്ട്? കുറെ പരസ്യം മാത്രം നടത്തിയാൽ പോരാ. അപ്പോൾ അത് ജനങ്ങൾ നേരിട്ട് അറിയുന്നതല്ലേ, കാണുന്നതല്ലേ? ആ വിരുദ്ധ വികാരമുണ്ട്. പിന്നെ പിണറായിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ ഇത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. പതിവില്ലാത്ത വണ്ണം പാർട്ടിക്കുള്ളിൽ മുമ്പെങ്ങുമില്ലാത്ത, അങ്ങ് പറഞ്ഞല്ലോ, പാർട്ടിയിൽ വിമത ശബ്ദം വളരെ കാര്യമായിട്ട് ഉയരുന്നു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ സത്യത്തിൽ വിഭാഗീയത ഇല്ലാത്ത ജില്ലകളില്ലായിരുന്നു. കൊല്ലത്തൊക്കെ അതിരൂക്ഷമായി സംസ്ഥാന കമ്മിറ്റി അംഗത്തെ പൂട്ടിയിട്ട സംഭവം വരെ ഉണ്ടായി. മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ പാർട്ടിക്കുള്ളിൽ പിണറായിക്ക് അതിശക്തമായ ഒരു എതിർപ്പ്, ഒരു ഈ പറഞ്ഞതുപോലെ നിശബ്ദമാണെങ്കിൽ കൂടി അതിശക്തമായൊരു എതിർപ്പ് ഒരു വശത്തുണ്ട്. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ നിരവധി പാർട്ടിക്കാർ ഇക്കുറി വോട്ട് ചെയ്തിട്ടില്ലെന്നും വോട്ട് ചെയ്തവർ തന്നെ UDFനും BJPക്കും ഒക്കെ വോട്ട് ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപവും വളരെ ശക്തമാണ്. പല മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൂടി വെച്ചുകൊണ്ടാണ് ഞാൻ ഒരു പിണറായി വിരുദ്ധ വികാരം ഇല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഉണ്ട്. ഞാൻ പിണറായി വിരുദ്ധ വികാരത്തിൽ ഒറ്റവാചകത്തിൽ ഒതുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ വകുപ്പുകളോടും അത് കൈകാര്യം ചെയ്യുന്നവരോടും എല്ലാം ജനങ്ങൾക്കുള്ള ഒരു വിരുദ്ധ വികാരമുണ്ട്. അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് ആർക്കാണ് വെച്ചം എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം. അതായത് ഒരു LDF വിരുദ്ധ സർക്കാരായിരിക്കും വരാൻ സാധ്യത. 100% അതിനാണ് സാധ്യത. അത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉടനെ BJP അധികാരത്തിൽ വരും എന്ന് പറയുന്നത് ഇതിനേക്കാൾ മൗഢ്യം അറിയില്ലല്ലോ. അപ്പൊ ഇപ്പം LDF തകർന്ന LDF മന്ത്രിസഭ പോയാൽ പകരം വരാൻ സാധ്യതയുള്ളത് UDF സർക്കാരാണ്. UDFിനാണ് ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് തീർച്ചയായിട്ടും.
അപ്പോൾ അവിടെ ശ്രമിച്ചാൽ BJP ക്ക് കിട്ടാവുന്ന കുറേ സീറ്റുകളുണ്ട്. അത് പാർട്ടി സംഘടനാപരമായി മറ്റ് രാഷ്ട്രീയ നേരത്തെ ഞാൻ സാഹചര്യങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ച 35 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം എന്ന ഒരു പ്രതീതി ഉണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ LDF തകരുകയും UDFും BJPയും തമ്മിലേക്ക് ഈ മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ ആർക്കാണ് സാധ്യത? എനിക്കറിയില്ല. നിങ്ങൾ ഈ പറഞ്ഞ 35 മണ്ഡലങ്ങൾ ഏതാണെന്ന് എനിക്കറിയില്ല. അല്ല, നമ്മളിപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ എടുത്തു നോക്കിയാൽ BJPക്ക് അതിശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. പത്തനംതിട്ടയിൽ, അതുപോലെ കോട്ടയം, പിന്നെ എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, ഇവിടങ്ങളിലൊക്കെ ഏതാനും വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങൾ നമുക്ക് പറയാം. കാസർഗോഡ് ചെന്നാൽ കാസർഗോഡും മഞ്ചേശ്വരവും ശക്തമായ മത്സരം സ്ഥിരമായി നടക്കുന്നതാണ്. അതുപോലെ കോഴിക്കോട് സൗത്തിൽ ഇക്കുറി നല്ല മത്സരം നടക്കുമെന്ന് കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു വയനാടും ഇടുക്കിയും ഒഴിച്ചാൽ ബാക്കി ഏതാണ്ട് എല്ലാ ജില്ലകളിലും BJPക്ക് ഒരു സീറ്റെങ്കിലും അതിശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമെങ്കിലും ഉണ്ടാകുമെന്നാണ് പൊതുവെ കരുതുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാനങ്ങനെ അതിനകത്ത് അത്രയും വിശദമായി പഠിച്ചിട്ടില്ല. ഞാൻ BJPയുടെ ഒരു ഔദ്യോഗികമായി പറയുന്ന ആളുമല്ല. പക്ഷെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നിടത്ത് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത് ഈ പറഞ്ഞതുപോലെ 35 മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു 5 or 6 മണ്ഡലങ്ങളിൽ നല്ല ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും, ജയിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് BJP ഏറ്റവും പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു ജില്ല. അതിൽ നഗരഭരണം പിടിച്ചെടുത്തു. നല്ല രീതിയിൽ ഈ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് വേറെ യാതൊരു മോശം കാര്യങ്ങളും ജനങ്ങൾക്ക് പറയാനില്ല. വലിയ പ്രതീക്ഷ ജനങ്ങൾ, ഒരു സമയമായിട്ടില്ല വിലയിരുത്താൻ, എങ്കിലും വലിയ പ്രതീക്ഷ BJP നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കൊടുക്കുന്നു. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ നഗര കേന്ദ്രീകൃത 4 മണ്ഡലങ്ങൾ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, നേമം, ഈ 4 മണ്ഡലങ്ങളിലും BJP വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. അങ്ങേക്ക് എന്താണ്? അല്ല, അതിൻ്റെ ആനുപാതികമായി BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളുടെ വർധന വെച്ച് നോക്കുമ്പോഴും ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കൈവരിച്ച നേട്ടങ്ങളെ പരിഗണിച്ചും BJPക്ക് നേടാവുന്ന മണ്ഡലങ്ങളാണ് ഈ 4 ജയിക്കാൻ സാധ്യതയുള്ള, നല്ല സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് ഇത് വരുന്നത്. നമ്മൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എടുത്താൽ അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2 മണ്ഡലത്തിൽ ലീഡ് ചെയ്തു. ആറ്റിങ്ങലിലും കാട്ടാക്കടയും. കാട്ടാക്കട അങ്ങേക്ക് അറിയാം, ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും BJPക്ക് സമാനമായ ഒരു സാഹചര്യമാണോ? കാട്ടാക്കട സമാന സാഹചര്യമുണ്ട്. ആറ്റിങ്ങലത്തെ കാര്യം എനിക്കറിയില്ല. ആറ്റിങ്ങല് തുടർച്ചയായി ഒരു സംവരണ മണ്ഡലം കൂടിയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അതെ. ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സജീവമല്ല. ഈ ആറ്റിങ്ങല്, ചിറയൻകീഴ് ഒക്കെ ഈ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ എടുത്താൽ 40,000-ന് പുറത്തേക്ക്. അതെ. ആനുപാതികമായി ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വളരുന്നുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. വേറൊരു പാർട്ടിക്കും അങ്ങനെ വളർച്ച അവകാശപ്പെടാൻ ഇല്ല. എന്നാൽ തളർച്ചയുണ്ട്. അതെ. അതുകൊണ്ട് ആ വളർച്ച തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. സ്ഥാനാർത്ഥികളെയൊക്കെ ആശ്രയിച്ചിരിക്കും. BJP A ക്ലാസ്, B ക്ലാസ് എന്ന് മണ്ഡലങ്ങളെ തിരിച്ചിട്ടാണ് സ്ഥാനാർത്ഥി നിർണയവും മറ്റുമൊക്കെ നടത്തുന്നത്. ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ അതിശക്തമായ ഇടപെടൽ ഇവിടെ ഉണ്ട്. ഇപ്പം നരേന്ദ്രമോദി നേരിട്ടുള്ള അവരുടെ നിരീക്ഷണവും കാര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്നിട്ട് പോയി. ഈ പ്രധാനമന്ത്രിയുടെ വരവൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ ശരിക്കും മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണോ, BJPയും UDFും തമ്മിലാണോ? കേരളം ഒട്ടാകെ നോക്കിയാൽ UDFും LDFും തമ്മിലാണ്. പക്ഷേ ചില മണ്ഡലങ്ങളിൽ BJP ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന വികസനമുണ്ടല്ലോ, അത് കേരളത്തിലും വരണം എന്ന് ആഗ്രഹിക്കുന്നവർ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയിലും നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഭരണത്തിലും പൂർണ്ണമായും സന്തുഷ്ടരായിട്ടുള്ള ജനങ്ങൾ, അവർ തീർച്ചയായിട്ടും BJP ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ BJPയുടെ വിജയസാധ്യത പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അവിടങ്ങളിൽ അവർ BJP വോട്ട് ചെയ്യും. അതില്ലെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവും തോന്നുന്നില്ല. അവർ LDFിനെതിരായ വോട്ടാണ്. അവിടെ എനിക്കൊരു ചോദ്യം. ഈ മഞ്ചേശ്വരം വളരെ ശ്രദ്ധയാകർഷിക്കുന്ന, ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. നമ്മുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത്. ഈ മഞ്ചേശ്വരത്ത് സ്ഥിരമായിട്ട് നമ്മൾ 2011 മുതൽ കണ്ടുവരുന്നൊരു കാഴ്ച, അവിടെ BJPക്ക് ജയസാധ്യത കൂടുമ്പോൾ LDF ക്രോസ് വോട്ട് ചെയ്യുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് UDFിന് വേണ്ടി മത്സരിക്കുന്നത്.
പക്ഷേ LDF കൃത്യമായിട്ട് അവിടെ ക്രോസ് വോട്ട് ചെയ്യും. ഇപ്പോൾ വന്ന് LDFിൻ്റെ വോട്ട് ഏതാണ്ട് 35,000-ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ. ഇതുപോലെ BJPയുടെ വിജയം തടയാൻ LDF ക്രോസ് വോട്ട് ചെയ്യുമോ? LDFും ചെയ്യും, UDFും ചെയ്യും. UDFും ചെയ്യും. കാരണം BJP വരുമെന്നുള്ളത് അവരുടെ ഒരു ഉറച്ച തീരുമാനമാണ്. BJPയോട് ഒരു അസ്പൃശ്യതയുണ്ട്. അത് സ്വാഭാവികമായി ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മതി, മൂന്നാമതൊരു കക്ഷി വേണ്ട. മഞ്ചേശ്വരത്തിൻ്റെത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മഞ്ചേശ്വരത്ത് ഓരോ 5 വർഷം കൂടുമ്പോഴും അവിടെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് കൂടുകയാണ്, മറുഭാഗത്ത് കുറയുകയാണ്. മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ട് ശകലം കൂടും. മറ്റേ ഇപ്പൊ 46% ഹിന്ദു വോട്ടിന്റെ ഒരു ഏകദേശ കണക്ക്, മറ്റത് ഏതാണ്ട് 52. അപ്പൊ ഇപ്രാവശ്യം അത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ CPM അവരുടെ സ്ഥാനാർത്ഥിയെ മാറ്റി നിശ്ചയിച്ചു. ഇപ്പോൾ വോട്ടൊരു ഭാഗത്തേക്ക് പോകാതിരിക്കാൻ, രണ്ടായി പിരിയാതിരിക്കാൻ ബോധപൂർവ്വം അവർ സ്ഥാനാർത്ഥിയെ മാറ്റി നിശ്ചയിച്ചു. അവർക്കറിയാം അവരുടെ 3-ാം സ്ഥാനത്താണ്. എന്നാ പിന്നെ സുരേന്ദ്രൻ ജയിക്കണ്ട, അങ്ങനെ ഒരു BJP വച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ മറിച്ചാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഏത് ശക്തി വിചാരിച്ചാലും അവിടെ ജയിക്കും. ആദ്യം മാരാർജിയും പിന്നെ സുരേന്ദ്രനും തുച്ഛമായ വോട്ടുകൾക്കാണ് തോറ്റത്. അതെ, തോറ്റത്. മാരാർജി ഏതാണ്ട് വിജയത്തിന്റെ അടുത്തെത്തിയതാണ്. അപ്പോഴേക്കാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. രാജീവ് ഗാന്ധിയുടെ വധത്തോടുകൂടി അദ്ദേഹം അതിനുശേഷം നടന്ന ഇന്ത്യയിൽ 2 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ്. രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വളരെ ക്ഷീണം പറ്റി. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി അത് നേരെ തിരിച്ചു. പിന്നെ നടന്ന സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു. കോൺഗ്രസിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ട്. അക്കൂട്ടത്തിൽ പെട്ടതാണ് മഞ്ചേശ്വരം, വടകരയും. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രോസ് വോട്ടിങ്ങിന്റെ സാധ്യതകൾ നമ്മൾ 2 മുന്നണികളും അതിന് തരാതരം പോലെ തങ്ങൾക്ക് ശക്തി കുറഞ്ഞ സ്ഥലത്ത് BJP ജയിക്കാതിരിക്കാൻ തൊട്ടടുത്ത് വരുന്ന രണ്ടാമത് വരുന്ന എതിരാളിയെ ജയിപ്പിക്കുന്ന പതിവ്. നമ്മുടെ നിയമം അത്തരത്തിൽ കഴിഞ്ഞ തവണ നമ്മൾ അത് കണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ BJP അവിടെ ഏതാണ്ട് ഒരു വോട്ടെണ്ണലിൻ്റെ 1/4 ഭാഗത്തോളം BJP ലീഡ് ചെയ്തു. പക്ഷെ അവസാന നിമിഷത്തിൽ BJP അവിടെ അതെല്ലാം നേരത്തെ കണ്ടറിഞ്ഞ് അതെല്ലാം പാച്ചപ്പ് ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ ജയിക്കാം. അല്ലെ എല്ലാ കാലത്തും ഇങ്ങനെ ഒരു ക്രോസ് ഔട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ സമർത്ഥമായി അതിനെ തടയാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം. അതൊക്കെ BJP നേതൃത്വം ചെയ്യുമായിരിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് നേമത്ത് മത്സരിക്കാൻ, അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു, നേമത്തായിരിക്കും മത്സരിക്കുന്നത്. അതുപോലെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് BJP അവസരം കൊടുക്കുന്നുണ്ട്. തിരിച്ച് നമ്മൾ UDFിലേക്ക് വന്നാൽ UDFും ഇക്കുറി പുതുമുഖങ്ങൾക്ക് ധാരാളം അവസരം കൊടുക്കുമെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അത് മാത്രമല്ല, അവിടെ UDFിനെ സംബന്ധിച്ച് എനിക്കൊരു ചോദ്യം അങ്ങോട്ടുള്ളത്, ഈ ലോക്സഭയിലേക്ക് ജയിച്ചു പോയ നിരവധി MPമാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊരു താല്പര്യവുമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഹൈക്കമാൻഡ് അനുവദിക്കാൻ സാധ്യതയുണ്ട് അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ? അല്ല, ഹൈക്കമാൻഡ് അത് അംഗീകരിക്കില്ല. അംഗീകരിച്ചാൽ അവരുടെ ഒരുപാട് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നത്. അസംബ്ലിയിൽ അംഗമായിരിക്കുക അയാളെ രാജിവെപ്പിച്ച് പാർലമെന്റിൽ മത്സരിപ്പിക്കുക, അവിടെ ജയിച്ചു കഴിഞ്ഞിട്ട് പാർലമെന്റ് പോയിക്കൊണ്ടിരിക്കുന്ന ആളിനെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പം രാജിവെപ്പിച്ച് അസംബ്ലി നിർത്തുക. എന്താ ഇത്, പിള്ളേർ കളിയാണ്? UDFിന്റെ ഒരു ഗുണം കേരളത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ വേറെ LDFിനോടുള്ള ശത്രുത ജനങ്ങൾക്ക് പരിഹരിക്കാൻ വേറൊരു മാർഗമില്ല. കുറഞ്ഞൊരു 5 വർഷം കൂടിയെങ്കിലും അത് കഴിഞ്ഞാൽ BJP അതിന് ഭാഗമായിട്ട് വന്നാൽ പിന്നെ ഈ പ്രശ്നമില്ല. അതുകൊണ്ടാണ് UDFിന്റെ നേട്ടം. അല്ലാതെ UDFിന് പല ബൂത്തുകളിലും ബൂത്തിൽ ഇരിക്കാൻ ആളില്ല, സ്ലിപ്പ് കൊടുക്കാൻ പോലും കഴിയുന്നില്ല. എന്നിട്ട് UDF ജയിക്കണമെങ്കിൽ അത്രമാത്രം എതിർപ്പ് മറുഭാഗത്തുള്ള. തീർച്ചയായിട്ടും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ പറഞ്ഞത് വളരെയധികം ദുർബലമായ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ശശി തരൂരിനെ സംബന്ധിച്ച് സിറ്റി മണ്ഡലങ്ങളിലെ പലയിടത്തും അദ്ദേഹത്തിന്റെ വളരെ ദുർബലമായിട്ടുള്ള പല ബൂത്തുകളിലും സ്ലിപ്പ് കൊടുക്കാൻ ആളില്ല, ബൂത്തിൽ ഇരിക്കാൻ ആളില്ല. എന്നിട്ടും അന്തിമഫലം വരുമ്പം അവർ ജയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം എന്താ? ഈ ക്രോസ് വോട്ട് തന്നെയാണല്ലോ. ഈ UDFിന്റെ ഈ ഒരു സാധ്യത, അതായത് MPമാർ MLA സീറ്റിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നാണ് ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അങ്ങനെ സംഭവിച്ചാൽ അത് UDFിനൊരു തിരിച്ചടിയാകും. അതൊന്നും ആകുമെന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അതെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് LDF വിരുദ്ധമായ ഒരു കാറ്റ് അല്ലെങ്കിൽ ഒരു തരംഗം കേരളത്തിൽ അടിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഗുണഭോക്താവ് UDF തന്നെയായിരിക്കും. പക്ഷെ ഏതാനും മണ്ഡലങ്ങളിലെങ്കിലും BJPക്ക് അതിൻ്റെ നേട്ടം കൊയ്യാൻ കഴിയും എന്നാണ് അതിൻ്റെ നേട്ടം മാത്രമല്ല, BJPയുടെ സംഘടനാ ശക്തി കൊണ്ടും
സംഘടനാ ഇപ്പം വളരെയധികം 1982 ആദ്യമായിട്ട് BJP ചിഹ്നത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 82-ലാണ്. അതിലന്ന് ഈ തിരുവനന്തപുരം വെസ്റ്റ് എന്നാണ് ഈ മണ്ഡലത്തിന്റെ പേര്. ഉവ്വ്. അന്ന് അയ്യപ്പൻപിള്ള സാറ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അദ്ദേഹത്തിന് അന്ന് 5000 വോട്ട് കിട്ടി 82-ൽ. അന്നത് മോശപ്പെട്ട ഒരു വോട്ടല്ല. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന ചുമതലക്കാരനായിരുന്നു ഞാൻ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഞാൻ പറയുന്നത് അന്ന് മുസ്ലിം ലീഗിന്റെ ഒരു മുഹമ്മദ് കണ്ണന്തരയാളാണ് ജയിച്ചത്. ഇവിടുന്ന് തിരുവനന്തപുരത്ത്. കേട്ടോ, അപ്പോൾ അന്ന് 5000 വോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. BJP കേരളത്തിൽ 80 ഉണ്ടായതിനു ശേഷം കേരളത്തിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം 84 ലോക്സഭ കേരള ഓർമ്മയ്ക്ക് 1,10,000 വോട്ട് കിട്ടി. അതൊന്നും എനിക്ക് തോന്നുന്നു അങ്ങേക്ക് തെരഞ്ഞെടുപ്പ് ചുമതല അന്ന് 84-ല് ഈ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട തെരഞ്ഞെടുപ്പ്. ആ ഒരു തരംഗം ഉണ്ടായിട്ട് പോലും 1,14,000 വോട്ട് കിട്ടി എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. അതിനുശേഷം കുമ്മനം മത്സരിച്ചപ്പോൾ 2ാം സ്ഥാനം വന്നു തിരുവനന്തപുരം ഈസ്റ്റിൽ. അന്നത്തെ ഈസ്റ്റിൽ അതിന്റെയും തെരഞ്ഞെടുപ്പ് ചുമതല എനിക്ക് തോന്നുന്നു രാമപിള്ള സാറും മത്സരിച്ച് നല്ല രീതിയിൽ വോട്ട്. അല്ല, ഇത് പറയും 87-ല് 2ാം സ്ഥാനം വന്നു. LDF-നെ പിന്നിലാക്കിക്കൊണ്ട് ശങ്കരനാരായണ പിള്ള ജയിച്ച ഇലക്ഷനിൽ കുമ്മനം രാജശേഖരനായിരുന്നു 2ാം സ്ഥാനത്ത്. അല്ല, അങ്ങനെയൊക്കെ അന്ന് മുതലേ നമുക്ക് മുന്നേറാം. തിരുവനന്തപുരം ഒരു താമരയ്ക്ക് അനുകൂലമായ അടിസ്ഥാനമായ ഒരു ബേസ് ഉള്ള തെങ്ങടയാളായിരുന്നു അന്ന്. ഹിന്ദു മുന്നണി എന്ന് ഹിന്ദു മുന്നണി ഒരു അടിസ്ഥാന ബേസ് ഉണ്ട്. അത് ഈ RSS വോട്ടാണ് BJPക്ക് ഉറപ്പായിട്ട്. ഈ RSSന്റെ മിഷണറി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ BJPക്ക് ഇപ്പോഴും തിരുവനന്തപുരത്ത് വിസ്മയമായി മാറാൻ കഴിയും. ശരി, നമുക്ക് വീണ്ടും സ്ഥാനാർത്ഥി നിർണയം കൂടി കഴിഞ്ഞതിന് ശേഷം ഈ വിഷയമായിട്ട് വീണ്ടും നമുക്ക് വരാം. ചില പ്രത്യേക മണ്ഡലങ്ങൾ എടുത്ത്, കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഒരു കണക്കെടുത്തപ്പോൾ ഏതാണ്ട് 23 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ബാക്കി ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ കൂടി കണ്ടാൽ മാത്രമേ, അറിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് BJPയുടേത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും എന്ന് കേൾക്കുന്നു. പക്ഷെ കോൺഗ്രസിന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു ശക്തമായ മത്സരം നടക്കും എന്ന് തന്നെ കരുതാം. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടെ വന്നതിന് ശേഷം നമുക്ക് വിശദമായിട്ട് വീണ്ടും ഈ വിഷയവുമായിട്ട് വരാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.